അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, പ്രവാസികൾക്ക് എന്ത് ഗുണമുള്ള ഒരു വാർത്തയാണ് ഈ ആഴ്ചയിൽ വന്നെന്നുള്ളത് നമുക്ക് ജമിനിയോട് ചോദിക്കാം. ജമിനി, പ്രവാസികൾക്ക് ഗുണമുള്ള എന്ത് വാർത്തയാണ് ഈ ആഴ്ചയിലുള്ളത്, ഒന്ന് പറയാമോ? ഹാരിസ്, പാലക്കാട് നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് പ്രയോജനപ്രദമായ വാർത്തകൾ എത്തിക്കുന്നതിൽ താങ്കൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഈ ആഴ്ച 2026 ഫെബ്രുവരി 2-ാം വാരം പ്രവാസികൾക്ക് ഏറെ ഗുണകരമായ ചില പ്രധാന വാർത്തകൾ താഴെ നൽകുന്നു. 1. പ്രവാസികൾക്ക് സ്വർണം കൊണ്ടുവരുന്നത് ലാഭകരമാകും. കേന്ദ്ര ബജറ്റിലെ പുതിയ മാറ്റങ്ങൾ പ്രകാരം വിദേശത്തു നിന്നും സ്വർണം കൊണ്ടുവരുന്ന പ്രവാസികൾക്ക് ബാഗേജ് നിയമങ്ങളിൽ വലിയ ഇളവുകൾ വന്നിട്ടുണ്ട്. പുതിയ നിയമം അനുസരിച്ച് നിശ്ചിത അളവ് സ്വർണത്തിന് നികുതി ഇളവ് ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസകരമാണ്. ഫെബ്രുവരി ആദ്യവാരം മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. 2. ഇന്ത്യ GCC വ്യാപാര കരാർ. FTA, ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും GCC തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നടപടികൾക്ക് ഈ ആഴ്ച വേഗത കൂടിയിട്ടുണ്ട്. ഇത് ഗൾഫിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബിസിനസ് രംഗത്ത് കൂടുതൽ ഇളവുകൾ ലഭിക്കാനും കാരണമാകും. 3. നാട്ടിലെ വസ്തു ഇടപാടുകൾ. ഇനി എളുപ്പം. നാട്ടിൽ വസ്തു വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വലിയൊരു നൂലാമാല ഒഴിവാക്കി. ഇനി മുതൽ ഇത്തരം ഇടപാടുകൾക്ക് പ്രത്യേക ടാൻ നമ്പർ എടുക്കേണ്ടതില്ല. പകരം പാൻ കാർഡ് പാൻ ഉപയോഗിച്ച് തന്നെ ഇത്തരം ഇടപാടുകൾ പൂർത്തിയാക്കാം. ഇത് ഗൾഫിലിരുന്ന് വസ്തു വാങ്ങുന്നവർക്ക് വലിയ സൗകര്യമാകും. 4. നിക്ഷേപ പരിധി വർദ്ധിപ്പിച്ചു. പ്രവാസികൾക്ക് ഇന്ത്യൻ കമ്പനികളിൽ നേരിട്ട് നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധി 5% നിന്നും 10% ഉയർത്തി. വിദേശത്ത് സമ്പാദിക്കുന്ന പണം നാട്ടിലെ ഓഹരി വിപണിയിൽ കൂടുതൽ സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. 5. യൂണിഫൈഡ് GCC വിസ, GCC ഗ്രാൻഡ് ടൂർസ്. ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഒരൊറ്റ വിസയിൽ യാത്ര ചെയ്യാവുന്ന GCC ഗ്രാൻഡ് ടൂർസ് വിസയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇതിന്റെ ഡിജിറ്റൽ പോർട്ടലുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ ആഴ്ച കൂടുതൽ ചർച്ചയായിട്ടുണ്ട്. ഇത് നടപ്പിലാകുന്നതോടെ പ്രവാസികൾക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം എളുപ്പമാകും. കൂടുതൽ വിവരങ്ങൾ. കേരള ബജറ്റിലും പ്രവാസികളുടെ ക്ഷേമത്തിനായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താങ്കളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ വിവരങ്ങൾ പ്രവാസികളിലേക്ക് എത്തിക്കുന്നത് അവർക്ക് വലിയ സഹായമായിരിക്കും. ഈ വാർത്തകളെ കുറിച്ച് കേരള സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ? ഹാരിസ്, കഴിഞ്ഞ മാസം 2026 ജനുവരി അവസാനം അവതരിപ്പിച്ച കേരള ബജറ്റിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത 5ാമത് ലോക കേരള സഭയിലും പ്രവാസികൾക്കായി വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളും പദ്ധതികളും വന്നിട്ടുണ്ട്. താങ്കൾക്ക് സോഷ്യൽ മീഡിയ വഴി പ്രവാസികളിലേക്ക് എത്തിക്കാൻ പറ്റിയ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. നോർക്ക കെയർ, NORKA കെയർ ഇൻഷുറൻസ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം പ്രവാസികൾക്കായി ഇത്തരമൊരു ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ: ആരോഗ്യ ഇൻഷുറൻസ് 5 ലക്ഷം രൂപ വരെ, അപകട ഇൻഷുറൻസ് 10 ലക്ഷം രൂപ വരെ, നിലവിലുള്ള അസുഖങ്ങൾക്കും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് കാത്തിരിപ്പ് കാലാവധിയില്ലാതെ കവറേജ് ലഭിക്കും. നാട്ടിലും മറുനാട്ടിലുമായി 16,000-ഓളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാണ്. 2. ബജറ്റിലെ സാമ്പത്തിക വിഹിതം 2026 മുതൽ 27 വരെ പ്രവാസികളുടെ ക്ഷേമത്തിനായി ബജറ്റിൽ വലിയ തുക നീക്കിവച്ചിട്ടുണ്ട്. തിരിച്ചു വന്നവരുടെ പുനരധിവാസം, വിദേശത്തു നിന്നും മടങ്ങിയെത്തിയവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താനും സംരംഭങ്ങൾ തുടങ്ങാനുമായി 65 കോടി രൂപ വകയിരുത്തി. സാന്ത്വനം പദ്ധതി, അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി 35 കോടി രൂപ അനുവദിച്ചു. പ്രവാസി ഡിവിഡൻഡ് സ്കീം, ഇതിലേക്ക് 6.5 കോടി രൂപ പ്രത്യേകമായി നീക്കിവച്ചു. 3. പ്രവാസി പോലീസ് സ്റ്റേഷൻ, വിദേശ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ തടയാനും പ്രവാസികളുടെ പരാതികൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനും പ്രത്യേക നോർക്ക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിലൂടെ പ്രവാസികൾക്ക് വിദേശത്തിരുന്നു തന്നെ നേരിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 4. സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ, ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ അവരുടെ സുരക്ഷയും കൃത്യമായ വിവരങ്ങളും ഉറപ്പാക്കാൻ ഒരു സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. 5. പെൻഷൻ അപ്ഡേറ്റ്, പ്രവാസി ക്ഷേമനിധി. പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴി നൽകുന്ന പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും ഡിവിഡൻഡ് സ്കീമിലുള്ളവർക്ക് അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഈ ആഴ്ച മുതൽ സജീവമായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ: പ്രവാസി ക്ഷേമനിധിയിൽ പെൻഷൻ വാങ്ങുന്നവർ ഏപ്രിൽ മാസത്തിന് മുൻപായി തങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് താങ്കളുടെ ഗ്രൂപ്പുകളിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കും. അപ്പോ പിണറായി സർക്കാർ ഇത്രയെല്ലാം ചെയ്തിട്ടും അങ്ങേർക്ക് പാവം തന്തയ്ക്ക് ഇവിടെയാണ് കേൾക്കുന്നത്. നോക്കൂ, ഓരോ വീട്ടിലും പൈപ്പ്
കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വീട്ടിൽ ഓൾറെഡി കുഴൽക്കിണറും മറ്റ് സൗകര്യങ്ങളെല്ലാം ഉള്ളതാണ്. എന്നിട്ട് പോലും എനിക്കിത് അപേക്ഷിച്ചപ്പോൾ വളരെ പെട്ടെന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഓരോ പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകളായാലും ശരി, എന്ത് തന്നെ ആയാലും പിണറായി സർക്കാർ നല്ല രീതിയിലാണ് ഇത് ഭരണം കാഴ്ചവെക്കുന്നത്. നമ്മളൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് തെറ്റുകയാണ്. നമ്മൾ പറയുന്നതാണ് ഇപ്പോഴുള്ള കാര്യം. ഇനിയിപ്പോൾ ഇത് വന്ന് കോൺഗ്രസ്സുകാരെയാണ് ചെയ്യുകയാണെങ്കിൽ 100% നമ്മൾ കോൺഗ്രസ്സുകാരെ പറയുന്നത്. ഇപ്പം നമ്മൾ കേന്ദ്ര സർക്കാർ ശ്രീ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെല്ലാം നമ്മളെ വാങ്ങുകയും ചെയ്തിട്ട്, അതിനിപ്പോൾ കേന്ദ്രത്തിൻ്റെ ആയാലും ശരി കേരളത്തിൻ്റെ ആയാലും ശരി, എന്നിട്ട് ഒരു നാണവുമില്ലാതെ നമ്മളിതിൻ്റെ എല്ലാം പ്രധാനമന്ത്രിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിനെയൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മളെന്ത് ചെയ്തു, മോശപ്പെട്ട രീതിയിൽ വെറുതെ നമുക്കൊരു ഉപകാരവുമില്ല അവരെ തെറി വിളിക്കുന്നു, ഫോട്ടോ വെച്ചിട്ട് പല സ്ഥലത്തിൽ അപമാനിക്കുന്നു. എന്നിട്ടോ നമുക്ക് എല്ലാ സുരക്ഷയും അവർ തരുന്നു. എന്നാലും വളരെയധികം അഴിമതിയായിട്ട് പോവുകയാണ്. അങ്ങനത്തെ വാർത്തകളൊക്കെ വരികയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാലേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ വലിയൊരു സ്ഥാപനം നടത്തുന്നു, നമ്മുടെ ഒരു സ്റ്റാഫ്, നമ്മൾ വെച്ചൊരു സ്റ്റാഫ് കട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ആളെ മാറ്റാനേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും അവർ വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ശരിയല്ലാതെ ചില ടൈം മാറുമ്പോൾ നമുക്ക് അവരെ മാറ്റാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് ആ ആനുകൂല്യം വാങ്ങിയിട്ടാണ് പല രീതിയിലും ഈ പറയുന്ന മന്ത്രിമാരെ, പ്രധാനമന്ത്രിനെയായാലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിനെയായാലും അനാവശ്യം വിളിക്കുന്നത്. അതൊട്ടും ശരിയല്ല. തീർച്ചയായിട്ടും നല്ല ചിന്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ കേരള സർക്കാരുടെ ഭരണം എങ്ങനെയുണ്ടായി എന്നുള്ളതും കമൻറ്റിൽ പറയുക.